രൂപ പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കുന്ന കാലം മാറിക്കഴിഞ്ഞു. ആർക്ക് പണം കൊടുക്കാനും മൊബൈൽ ഫോൺ കയ്യിലുണ്ടായാൽ മതി. എങ്കിലും കറൻസിയായി തന്നെ നോട്ട് സൂക്ഷിക്കണമെന്നും കൊടുക്കൽ വാങ്ങൽ നടത്തണമെന്നും നിർബന്ധമുള്ളവരുണ്ട്. അവർക്ക് പച്ച നോട്ടുകൾ ഇനി പോക്കറ്റിൽ കൊണ്ട് നടക്കേണ്ട, പകരം മൊബൈലിൽ ഇ വാലറ്റിൽ സൂക്ഷിക്കാം. അതെ, ഡിജിറ്റൽ കറൻസി അഥവാ ഇ റുപ്പിയുടെ ഉപയോഗം വ്യാപകമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. 2022 മുതൽ തന്നെ റിസർവ് ബാങ്കിന്റെ ഇ റുപ്പി തെരഞ്ഞെടുക്കപ്പെട്ട ഉപയോക്താക്കൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും മറ്റും ഇ വാലറ്റുകൾ വഴി ലഭ്യമാക്കിയിട്ടുണ്ട്. ഇ വാലറ്റ് സ്വന്തമായുള്ള ഉപയോക്താക്കൾക്ക് പരസ്പരം അത് കൈമാറാനും കഴിയും. എന്നാൽ ഇനി ആർക്കും ഡിജിറ്റൽ നോട്ട് കൊടുക്കാവുന്ന കാലത്തിലേക്ക് നടക്കുകയാണ് നമ്മൾ. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഈ സൂചന ഖത്തർ സന്ദർശനത്തിനിടയിൽ പരസ്യമാക്കിയിട്ടുണ്ട്. എന്താണ് ഡിജിറ്റൽ കറൻസിയുടെ ഗുണവും ദോഷവും പരിശോധിക്കാം. കൂടുതൽ വേഗത്തിലും സുരക്ഷിതവുമായി പണ ക്രയവിക്രയം നടത്താം. പേപ്പർ ഉപയോഗം കുറയ്ക്കാനും ഇതുവഴി സാധിക്കും. കറൻസി മാനേജ്മെന്റിന്റെ ചെലവ് കുറയ്ക്കാമെന്നതാണ് മറ്റൊരു പ്രധാന നേട്ടം. പണ കൈമാറ്റത്തിന് കാലതാമസക്കുറവ്, തട്ടിപ്പിനുള്ള സാധ്യത തുലവും വിരളം. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ പോലും ഓഫ്ലൈൻ മോഡിലും പ്രവർത്തിക്കും. ഡിജിറ്റൽ കറൻസിക്ക് ഗുണങ്ങൾ ഏറെയാണ്. മാത്രമല്ല, കള്ളപ്പണം, നികുതി മറച്ചുവെക്കൽ തുടങ്ങിയവ കുറയുന്നു. ഇതിനൊപ്പം അന്തർദേശീയ പണമിടപാടുകൾ എളുപ്പമാക്കുന്നുവെന്നതും ഡിജിറ്റൽ കറൻസിയുടെ നേട്ടമാണ്. ഏതൊരു സാങ്കേതിക വിദ്യയ്ക്കും നേട്ടത്തിനൊപ്പം കോട്ടവും ഉണ്ടാവും. ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർക്കാർ അല്ലെങ്കിൽ ബാങ്കുകൾക്ക് എല്ലാ ഇടപാടുകളും ട്രാക്ക് ചെയ്യാൻ കഴിയും. ഇതിലൂടെ വ്യക്തിഗത സ്വാതന്ത്ര്യം കുറയാം. ഹാക്കിംഗ്, സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ എന്നിവ സംഭവിച്ചാൽ ചിലപ്പോൾ ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ക്രിപ്റ്റോ കറൻസി പോലെ തീവ്രവാദ സംഘടനകളിലേക്ക് എളുപ്പം ചെന്നെത്തുന്ന രീതിയിൽ നിന്ന് വിഭിന്നമായിരിക്കും ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി. ബിറ്റ്കോയിൻ പോലുള്ളവയ്ക്ക് കാര്യമായ വിശ്വാസ്യതയോ കൃത്യതയോ അതോറിറ്റിയോ ഇല്ല. എന്നാൽ ഡിജിറ്റൽ കറൻസിയുടെ നിയന്ത്രണം RBIക്ക് ആയതിനാൽ രൂപ പോലെ തന്നെ സുരക്ഷിതമായിരിക്കും. ഈ മാറ്റം പൊതുസമൂഹം എങ്ങനെ ഏറ്റെടുക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്.